Friends, welcome back to our channel. 7ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ബേസിക് സയൻസ് ആണ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല അത് 2024-25 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി 1. The branch of high yielding Neelam mango tree is grafted to a Muandan mango tree with roots to produce a new highly yielding mango sapling. അപ്പോൾ എന്താണ്, ഒരു നീലം മാംഗോ എന്തുമ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു? മൂവാണ്ടൻ മാംഗോനെ വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. അതെന്തിനാന്ന് വെച്ചാൽ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള പുതിയൊരു ഈൽഡായിട്ടുള്ള ഒരു മാംഗോ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ് ത്രൂ ദിസ് മെത്തേഡ്? അപ്പോൾ ഈ മെത്തേഡ് വഴി ഉണ്ടാക്കിയിട്ടുള്ള മാംഗോൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഏർലി ഫ്രൂട്ടിങ് ആൻഡ് ഫ്ലവറിങ്. നേരത്തെ തന്നെ ഫ്രൂട്ട് ചെയ്യും, ഫ്ലവർ ചെയ്യും. ഇറ്റ് ഗേവ് ഹൈ ഈൽഡ്. എന്താണ്, ഒരുപാട് ഈൽഡ് തരും. ഇനി രണ്ടാമത്തെ ചോദ്യം, എ ഫാർമർ ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ ഈൽഡ് ഈവൻ though he planted saplings produced by hybridization. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരു ഫാർമറിന് എന്ത് കിട്ടിയില്ല? ബെറ്റർ ആയിട്ടുള്ളൊരു ഈൽഡ് കിട്ടിയില്ല. റൈറ്റ് 3 സജഷൻ ഫോർ ഗെറ്റിംഗ് എ ബെറ്റർ ഈൽഡ്. അപ്പോൾ ഒരു ബെറ്റർ ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഷുഡ് യൂസ് ഗുഡ് ഫെർട്ടിലൈസർ. നല്ല ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക, വീഡിസൈഡ്സ് യൂസ് ചെയ്യുക. അപ്പോഴൊക്കെ എന്താണ്, നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഈൽഡ് കിട്ടും. ഓക്കെ, ഇനി അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which method be adopted to produce a new variety of a pea plant with the properties of both the pea plants shown in the ഫിഗർ? അപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ഡിങ്, സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? ടാമറിൻ ഈസ് കെപ്റ്റ് ഇൻ കോപ്പർ വെസൽ ഇൻ മൈ ഹോം. അപ്പോൾ ഒരു കുട്ടി പറയാണ്, എൻ്റെ വീട്ടിൽ ടാമറിൻ്റെ, അതായത് പുളി എവിടെ സൂക്ഷിക്കുക? ഒരു കോപ്പർ വെസലിലാണ്. അപ്പോൾ അടുത്ത കുട്ടി എന്താ പറയുന്നത്? ബോയ് എന്താ പറയുന്നത്? ഇൻ മൈ ഹോം ടാമറിൻ ഈസ് കെപ്റ്റ് ഇൻ ആൻ എർത്ത് പോട്ട്. ടാമറിൻ്റെ എവിടെയാണ്? ഒരു മൺകുടത്തിലാണ് സൂക്ഷിച്ച് വെക്കുക. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂസ് ഒപ്പീനിയൻസ് ഡു യു അഗ്രി വിത്ത്? വൈ? അപ്പോൾ ആരുടെ ഒപ്പീനിയനോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട്? എന്താണ്? ബോയ്സ് ഒപ്പീനിയൻ ഈസ് റൈറ്റ് ബിക്കോസ് ടാമറിൻ കണ്ടെയ്ൻസ് ആസിഡ് ദാറ്റ് റിയാക്ട് വിത്ത് മെറ്റൽ ലൈക്ക് കോപ്പർ, സോ ഷുഡ് കെപ്റ്റ് ഇൻ എ എർത്തൻ പോട്ട്. അപ്പോൾ എന്താണ്, ബോയിൻ്റെ ഒപ്പീനിയനാണ് കറക്റ്റ്. എന്താ കാരണം എന്ന് വെച്ചാൽ ടാമറിനിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. അപ്പോൾ ആ ആസിഡ് കോപ്പർ പോലത്തുള്ള മെറ്റലുമായി റിയാക്ട് ചെയ്യും. അതുകൊണ്ട് എർത്തൻ പോട്ടിൽ വെക്കുന്നതായിരിക്കും ഒന്നും കൂടി സേഫ്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദ ന്യൂ use of some substances, complete the table on the basis of their uses. അപ്പോൾ കുറച്ച് യൂസസ് കൊടുത്തിട്ടുണ്ട്. യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ, യൂസ്ഡ് ഇൻ മെഡിസിൻസ്, യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്, യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് ദ സോയിൽ. ഇനി ആസിഡും കൊടുത്തിട്ടുണ്ട്, ബേസിസും കൊടുത്തിട്ടുണ്ട്. ആസിഡിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദെൻ ഇനി വേറൊരു ആസിഡിൻ്റെ യൂസാണ് used in batteries motor vehicle. ഓക്കെ, ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. ഈ നെക്സ്റ്റിൻ്റെ ഹെഡിങ് നമുക്ക് ബേസ് എന്ന് കൊടുക്കാം. ഒന്നിൻ്റെ ഹെഡിങ് ആസിഡ് ആണെങ്കിൽ മറ്റേതിൻ്റെ ഹെഡിങ് എന്ത് തന്നെയായിരിക്കും? ബേസിസ് എന്നായിരിക്കും. അതിൻ്റെ യൂസ് നമുക്ക് യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്, യൂസ്ഡ് ഇൻ മെഷീൻസ് എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അതിലെ സി ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്? സോപ്പ് മേക്കിങ്ങിനെ കുറിച്ചിട്ട്